വയനാട് ചൂരൽമലയിലെ രക്ഷാദൌത്യം 4-ാം ദിനം പിന്നിടുമ്പോൾ മരണം 330 മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ 40 ടീമുകൾ 6 സെക്ടറുകളായാണ് തെരച്ചിൽ നടത്തുന്നത്. കരസേന, NDRF, DSG, കോസ്റ്റ് ഗാർഡ്, നേവി, EMG ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. ഓരോ ടീമിലും 3 പ്രദേശവാസികളും ഒരു വനം വകുപ്പ് ജീവനക്കാരനുമാണ് ഉൾപ്പെടുന്നത്. സമഗ്ര വിവരങ്ങൾ നൽകാൻ സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, ചൂരൽമലയിൽ നിന്നാണ് ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സച്ചിൻ, സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന് നമ്മൾ വയനാട്ടിൽ വേദിയാകുന്നു. ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? സമഗ്ര വിവരങ്ങളിലേക്ക്. അഞ്ജന, ശക്തമായ തിരച്ചിലാണ് ഇന്ന് മുതൽ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ JCB അതുപോലെ തന്നെ ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിൽ സാധ്യമായിരുന്നില്ല. കാരണം വയനാട് ചൂരൽമലയും അതുപോലെ തന്നെ മുണ്ടക്കൈയും ബന്ധിപ്പിക്കുന്ന പാലം തകർന്നിരുന്നു. ഉരുൾപൊട്ടലിൽ തകർന്ന പാലത്തിന് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ആർമിയുടെ നേതൃത്വത്തിൽ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായത്. ഇതിനെ തുടർന്ന് ഇന്ന് വലിയ രീതിയിൽ വാഹനങ്ങൾ അടക്കം ഇതുവഴി കടന്നു വരുന്നുണ്ട്. JCB, ഹിറ്റാച്ചി, ആംബുലൻസ് അടക്കം ഇതുവഴി കടന്നു വന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ശക്തമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇന്ന് മുതൽ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, അതുപോലെ തന്നെ അട്ടമല, പുഞ്ചിരിമട്ടം, ചൂരൽമല തുടങ്ങിയ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പാലം നിർമ്മാണം പൂർത്തിയായതോടെ തന്നെ ഈ തിരച്ചിലിൻ്റെ ഒരു വ്യക്തമായ രീതി ഉണ്ടാക്കിയിരുന്നു. അതായത് 6 സോണുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 6 മണിയോടുകൂടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ തിരച്ചിൽ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കം തിരച്ചിൽ മേഖലകളിലേക്ക് എത്തുകയും 7 മണിയോടുകൂടി ഹിറ്റാച്ചി, JCB അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇന്ന് ശക്തമായി നടക്കുന്നത്. ഞാൻ നിൽക്കുന്ന മേഖലയിൽ മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടിയതിനെ തുടർന്ന് വലിയ രീതിയിൽ മണ്ണും അതുപോലെ തന്നെ പാറകളും ഒലിച്ചെത്തിയിട്ടുണ്ട്. ഈ പാറകളൊക്കെ വലിയ ഭീമാകാരമായ വലിപ്പത്തിലുള്ള പാറകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ പാറകളൊക്കെ പൊട്ടിച്ചുകൊണ്ടുള്ള പരിശോധനയും ഇനി നടത്തേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ അടിയിലടക്കം മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിനാൽ തന്നെ ഈ പാറകളൊക്കെ പൊട്ടിക്കാനുള്ള യന്ത്രങ്ങളടക്കം വരും ദിവസങ്ങളിൽ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയും തുടരും. ഇന്ന് 5ഓളം മൃതദേഹങ്ങളാണ് ഈ മേഖലകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുഞ്ചിരിമറ്റം മേഖലകളിലും വലിയ രീതിയിലുള്ള പരിശോധന തന്നെ, അവിടെ പാറകൾ മാറ്റിയുള്ള പരിശോധനയാണ് മുകൾ ഭാഗത്ത് മുണ്ടക്കൈ മേഖലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഈ ചൂരൽമല ഭാഗങ്ങളിലൊക്കെ ഹിറ്റാച്ചികൾ, വലിയ രീതിയിൽ ഹിറ്റാച്ചികളും അതുപോലെ തന്നെ JCBയും ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഈ പരിശോധനകളിൽ ഒക്കെ നേതൃത്വം നൽകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 4 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മന്ത്രി PA മുഹമ്മദ് റിയാസ്, K രാജൻ, AK ശശീന്ദ്രൻ, OR കേളു അടക്കമുള്ള 4 മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഉപസമിതിയും മറ്റ് ജനപ്രതിനിധികളുമാണ് ഇത്തരം തിരച്ചിലിന് വലിയ രീതിയിൽ നേതൃത്വം നൽകുന്നത്. ഇന്ന് മന്ത്രിമാരെല്ലാം നേരിട്ടെത്തി തിരച്ചിലിൻ്റെ പുരോഗതിയൊക്കെ വിലയിരുത്തിയിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് വയനാട്ടിലെത്തുകയും അതുപോലെ തന്നെ നിർണായകമായ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. രാവിലെയോടെ വയനാട്ടിലെത്തിയ മുഖ്യമന്ത്രി ആദ്യം മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കളക്ടറേറ്റിൽ ഉന്നതതല യോഗവും അതുപോലെ തന്നെ സർവകക്ഷി യോഗവും വിളിച്ചിരുന്നു. അതിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കേരളത്തിലെ പ്രതിപക്ഷ നേതാവടക്കം പങ്കെടുത്തിരുന്നു. അതിലൊക്കെയാണ് ഇത്തരത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തത്. മാത്രമല്ല, വയനാട് മേപ്പാടിയിലുണ്ടായ ഈ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുകൂടി മുഖ്യമന്ത്രി ആ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയും ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. ഇപ്പോൾ കണക്കുകൾ പ്രകാരം 300-ലധികം ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 6 സോണുകളായി തിരിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും നാളെ മുതൽ നടക്കുക എന്നൊരു തീരുമാനം കൂടെ യോഗത്തിലെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് വൈകിട്ട് മന്ത്രിമാർ, ഈ ഉപസമിതിയിൽ ഉൾപ്പെട്ട മന്ത്രിമാർ ചേർന്ന് യോഗം ചേരുകയും അതിനുശേഷം വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഈ വയനാട്ടിലെ തെരച്ചിലിന് പുറമെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ചാലിയാർ കേന്ദ്രീകരിച്ചും ശക്തമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം 100ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ്. അതിനാൽ തന്നെ ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും ശക്തമായി തുടരുന്നുണ്ട്. ഈ തിരച്ചിലിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് NDRFും അതുപോലെ തന്നെ ആർമിയുടെ വിഭാഗവും കേരള ഫയർഫോഴ്സ്,
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ് ഗാർഡ് അടക്കം ഉള്ള ഒരു ടീമാണ് ഇത്തരത്തിൽ സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള സംഘത്തിലുള്ളത്. മാത്രമല്ല ഇതിൽ ഈ സ്ഥലത്തെ ഈ മേപ്പാടി പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിലെ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്തിൻ്റെ സ്വാഭാവിക അവസ്ഥകളെക്കുറിച്ചും ഈ പ്രദേശത്തിൻ്റെ മറ്റ് എത്രത്തോളം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, വീടുകളുടെ എണ്ണം മറ്റും അറിയുന്ന ആളുകളെയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം തിരച്ചിൽ വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതികൂല കാലാവസ്ഥയെ പോലും അതിജീവിച്ചു കൊണ്ടാണ് വലിയ രീതിയിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തിരച്ചിൽ പുരോഗമിക്കുന്നത്. അഞ്ജന, സച്ചിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഈ ഒരു തെരച്ചിലിന് നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രദേശത്ത് കനത്ത മഴ, ശക്തമായ മഴയുണ്ടായിരുന്നു. സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധി, വലിയ ബുദ്ധിമുട്ട് ഈ ഒരു തെരച്ചിലിന് നമുക്ക് സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നില്ല എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പുഞ്ചിരിമുട്ടത്തുണ്ടായ വീണ്ടും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാതെ ആ രക്ഷാപ്രവർത്തനം തുടർന്നു പോകുന്നു എന്ന് പറയുന്നത് അത് വളരെയധികം എടുത്തു പറയേണ്ട, ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഷിരൂരിലേക്കൊക്കെ പോയപ്പോൾ മഴ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിൽ അവിടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവച്ചിരുന്നു. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ദുരന്തമുഖത്ത് ഏറ്റവും മികച്ച സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിൻ്റെ മാതൃക തന്നെയാണ് സച്ചിൻ നമ്മൾ തുറക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ, ആ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന് വരുത്താതെ പ്രതികൂല കാലാവസ്ഥയിലും മുന്നിട്ടിറക്കുന്ന ഒരു പറ്റം രക്ഷാപ്രവർത്തകരെ, അതിന് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനെ തന്നെയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്, വയനാടിൻ്റെ ദുരന്തമുഖത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ. തീർച്ചയായും അഞ്ജന, ഈ അതായത് വയനാട്ടിലെ ദുരന്തം കേരളം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് വയനാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്കും കാണാൻ വേണ്ടി സാധിച്ചത്. കാരണം ജാതി മത വർഗ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും മറ്റ് അവശ്യ വസ്തുക്കൾ, അതായത് ഭക്ഷണമടക്കമുള്ള അവശ്യ വസ്തുക്കൾ എല്ലാവർക്കും വേണ്ടി എത്തിക്കുകയും രക്ഷാപ്രവർത്തനത്തിന് ശക്തമായ ഒരു പിന്തുണ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും ഒരു വലിയ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം മുൻപ് നമ്മൾ പ്രളയം സമയത്തും അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഈ ഒരു കൂട്ടായ്മ മലയാളികളെ ലോകം അഭിനന്ദിച്ച ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടാതെ ഈ തിരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം പല സന്നദ്ധ സംഘടനാ പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരടക്കമുണ്ട്. അവരൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് ഈ തിരച്ചിലും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനവും ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബെയിലി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർമിക്കൊപ്പം ചേർന്ന് നിന്നത് NDRF സംഘമാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്, അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ബെയിലി പാലമടക്കം ഇന്നലെ നിർമ്മിച്ചത്. 24 മണിക്കൂറിനകം ബെയിലി പാലം പുഴക്ക് കുറുകെ നിർമ്മിച്ചതിനാൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ഗതാഗത സൗകര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായ ഒരു ഏകോപന സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം ആർമിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എത്രയും പെട്ടെന്ന് ആ പാലം പൂർത്തീകരിക്കണം, എന്നാൽ മാത്രമേ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ തിരച്ചിലും ശക്തമായി തുടരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മറ്റ് ആർമിയുടെ മറ്റ് പ്രവർത്തനങ്ങളിൽ പുറത്തു നിന്നുള്ള ഒരു സംഘടനകളെയോ അല്ലെങ്കിൽ ജീവനക്കാരെയും ഉൾപ്പെടുത്താറില്ല. എന്നാൽ ഇന്നലെ ഇവിടെ കണ്ട കാഴ്ച NDRFും അതുപോലെ തന്നെ ആർമിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരള പോലീസും ഫയർഫോഴ്സിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി ഈ പാലം നിർമ്മാണം പൂർത്തീകരിച്ചു. ഇത് ഘട്ടം ഘട്ടമായ ഒരു നിർമ്മാണ രീതിയോടെയാണ് ഈ പാലം സാഹസികമായി പൂർത്തീകരിച്ചത്. അതോടുകൂടെ വലിയ രീതിയിൽ ഒരു ഗതാഗത സൗകര്യം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എല്ലാ വിഭാഗം ആളുകളും ഈ തെരച്ചിലിന് വേണ്ടി ഒറ്റക്കെട്ടായി ഈ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ കെട്ടിടങ്ങൾക്കുള്ളിലും അതുപോലെ തന്നെ മറ്റ് വീടുകളുടെ കോൺക്രീറ്റ് സ്ലാബ് അടക്കം മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് മാറ്റി അതിൻ്റെ അടിയിൽ ഒരു ജീവനെങ്കിലും
ഒരു മൃതദേഹമെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളെ നമ്മൾക്ക് ഇവിടെ രാവിലെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. കാരണം ഉറ്റവരെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട ആളുകൾ അവരുടെ ബന്ധുക്കൾ ഈ മണ്ണിനടിയിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിന്ന് ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ നെഞ്ച് പൊട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഞ്ജന, സച്ചിൻ, നേരത്തെ നമുക്ക് പകൽ ഏറ്റവും അധികം സന്തോഷം നൽകിയത്, ആശ്വാസം നൽകിയിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ 4 പേരെ നമുക്ക് ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 4 ദിവസം അവിടെ കുടുങ്ങിക്കിടന്നിരുന്നവരാണ്. 4ാം നാൾ അവർ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ കൂടി വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അത് നമുക്ക് നൽകുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ജീവനോളം പ്രതീക്ഷ നൽകുന്നു എന്ന് തന്നെ പറഞ്ഞു വയ്ക്കാം. അത്രയ്ക്ക് നമ്മളൊക്കെ ഒരുപാട് സന്തോഷിച്ചതായിരുന്നു ആ മണിക്കൂറിൽ ആ വാർത്ത നമ്മളെ തേടിയെത്തിയപ്പോൾ. ഇപ്പോൾ ചൂരൽമലയിലാണ് സച്ചിൻ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയൊക്കെ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻസ് ആ പരിശോധനയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? അതായത് ഈ പാറക്കെട്ടുകൾക്കടിയിലൊക്കെ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ടോ? നേരത്തെ ചൂരൽമലയിൽ നിന്ന് തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി അനൂപൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻസ് വരുന്നുണ്ടോ? അഞ്ജന, ഇന്ന് പകല് ഏറ്റവും സന്തോഷകരമായ വാർത്തയായിരുന്നു അത്. 4 പേരെ രക്ഷപ്പെടുത്തിയത് മാത്രമല്ല, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗങ്ങളിൽ മറ്റു ഭാഗങ്ങളിൽ അകപ്പെട്ടു പോയ ആദിവാസികളെ അടക്കം രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 33ഓളം ആദിവാസികളെയും 4 പേരെ മറ്റ് ഈ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെ രക്ഷിച്ചിരുന്നു. അത്തരത്തിലൊരു വലിയൊരു സന്തോഷകരമായ കാര്യം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അതിനുശേഷം വലിയ ശക്തമായ തിരച്ചിലുകൾ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇന്ന് നിലവിൽ 4ഓളം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ തിരച്ചിൽ ഇന്നിപ്പോൾ ഏകദേശം അവസാനിക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. കാരണം 4 മണി 5 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ തിരച്ചിൽ അവസാനിപ്പിക്കാറുണ്ട്. കാരണം പ്രതികൂല കാലാവസ്ഥയിലും ശക്തമായ രീതിയിൽ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. വൈകിട്ട് ഒരു 5 മണിയോടുകൂടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയാണ് പതിവുള്ളത്. ആ സമാന രീതിയിൽ തന്നെ ഇന്നും അവസാനിപ്പിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ മണ്ണ് മാന്തി യന്ത്രങ്ങളും മറ്റു യന്ത്രങ്ങളും ഉപയോഗിച്ചുള്ള പരിശോധന ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ നീണ്ടേക്കും. കാരണം ഈ ഭാഗങ്ങളിൽ ഒരു പൂർണ്ണ തോതിൽ പരിശോധന നടത്തിയ ശേഷം അടുത്ത ഭാഗങ്ങളിലേക്ക് നീങ്ങുക എന്ന ഒരു ഉദ്ദേശം കൂടെയുണ്ട്. ഈ 6 സോണുകളായി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നത്. അതിൽ നിലവിൽ ഈ കടാവർ നായകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയും കണ്ടെത്തിയത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള തിരച്ചിലുകളും മറ്റുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പൂർണ്ണ പിന്തുണയുമായി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലും അതുപോലെ തന്നെ 4 മന്ത്രിമാരും നേരിട്ട് ദുരന്ത സ്ഥലങ്ങളിൽ ഇന്ന് സന്ദർശനം നടത്തി ഈ തിരച്ചിലിൻ്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് ഈ 200ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്നതിനാൽ എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് ഈ വയനാട്ടിൽ മാത്രമല്ല, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അടക്കം വ്യാപിച്ചു കിടക്കുന്ന ചാലിയാർ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ഭാഗത്ത് നിന്ന് 40 കിലോമീറ്ററിലധികം ഒലിച്ചുപോയ ഭാഗത്തൊക്കെ ചാലിയാറിൻ്റെ തീരങ്ങളിലൊക്കെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിൽ പുഴയിലും നടത്തണം എന്ന് ഇന്നലെ സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ആ ഭാഗങ്ങളിലൊക്കെ NDRFിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. അതിന് സമാനമായ ശക്തമായ തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെല്ലാം കൈകോർത്ത് കൊണ്ടുള്ള ഒരു വലിയ തെരച്ചിൽ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് 5 മണിയോടുകൂടെ അവസാനിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.
ആണ് ചൂരൽമലയിൽ നിന്ന് തത്സമയം വിവരങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം സമാനതകളില്ലാതെ തന്നെ പുരോഗമിക്കുന്നു. ആ ഒരു പ്രദേശം നമുക്കൊരിക്കലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്തത്രയ്ക്ക് മാറിപ്പോയിരിക്കുന്നു. അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് ഇത് ഞങ്ങളുടെ ഗ്രാമമല്ല, ഇത് ഞങ്ങളുടെ നാടല്ല എന്ന് പറയുന്ന അത്ര വലിയൊരു ദുരന്തം വന്നുപോയ ഒരു ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം സമാനതകളില്ലാതെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.